നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വിശാഖം കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2024 മിഥുനമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 2024 ജൂൺ മാസം 15-ാം തീയതി മുതൽ ജൂലൈ 15 വരെയുള്ള മിഥുനമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. സർവേശ്വരകാരകനായ വ്യാഴം ഈ നക്ഷത്രക്കാർക്ക് അനുകൂലത്തിൽ വരികയാൽ എല്ലാ കാര്യങ്ങൾക്കും അഭിവൃദ്ധിയും ദൈവാനുഗ്രഹവും ഉണ്ടാകുന്നു. എന്നാൽ ചാരവശാൽ 4-ൽ ശനി സഞ്ചരിക്കുന്ന കാലമായതിനാൽ കണ്ടകശനി കാലഘട്ടം കൂടിയാണ്. വ്യാഴൻ്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും വിജയം കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. പുതിയ പദവികൾ ലഭിക്കുകയും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും കാലം അനുകൂലത്തിലായി കഴിഞ്ഞു. ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും ഇടവിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ വർഷത്തിൻ്റെ അവസാനത്തോടെ ഇതിനെല്ലാം പൂർണ്ണ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. 4-ലെ ശനി ഇടവിട്ട് മാതാവിനും കുടുംബാംഗങ്ങൾക്കും രോഗമുണ്ടാക്കുന്നു. അതുപോലെ വാഹനങ്ങൾ കേടുപാടുകളും രാത്രിയുള്ള യാത്രകളും ഈ നക്ഷത്രക്കാർ ഒഴിവാക്കുന്നത് ഉത്തമമാകുന്നു. അഭിനയം, നൃത്തം, കലാപരമായ മറ്റ് കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കും ഈ കാലത്ത് പലവിധേനയുള്ള അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ്. ഈ വർഷത്തിൻ്റെ പകുതിയോടെ പല പുണ്യക്ഷേത്രങ്ങളിൽ ദർശിക്കുവാനും അവസരങ്ങൾ ലഭിച്ചേക്കാം. പ്രാർത്ഥന വഴി ഇവർ പലവിധേനയുള്ള ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യുന്നു. പല വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷണം പോകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വസ്തുതർക്കങ്ങൾ വന്നു ഭവിച്ചേക്കാം. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ശ്രദ്ധയോടെ വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഉത്തമമാകുന്നു. ഇല്ലാത്ത പക്ഷം കേസുകൾ വന്നു ഭവിക്കുവാൻ ഇടയുണ്ട്. പഠിച്ച വിദ്യയിൽ നിന്നും മുന്നേറ്റമുണ്ടാകുവാനും ഉയർച്ചയിലേക്കുള്ള തുടക്കം കുറിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നു. തൊഴിലിൽ സ്ഥാനക്കയറ്റവും കൂടെ തൊഴിൽ ചെയ്യുന്നവരുടെ സഹായ സഹകരണങ്ങളും ഇവർക്കുണ്ടാകുന്നു. ഹാർട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുള്ള വ്യക്തികൾ ഡോക്ടറെ കണ്ട് മരുന്നുകൾ വാങ്ങി കഴിക്കുക. വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാൻ അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവും ഉപരിതല പഠനത്തിനായുള്ള അവസരങ്ങളും അഡ്മിഷനും ലഭിക്കുന്നതാണ്. ഇവർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ വന്നു ഭവിക്കുകയും സർക്കാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ക്ലേശങ്ങളും തടസ്സങ്ങളും വന്നു ഭവിക്കുന്നു. എങ്കിലും ദൈവാനുഗ്രഹത്താൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പരിഹാരമായി ശാസ്താക്ഷേത്ര ദർശനവും ശാസ്താവിന് നീരാഞ്ജനവും നടത്തുകയും ശിവന് മൃത്യുഞ്ജയ അർച്ചന നടത്തുകയും കൃഷ്ണന് ഭാഗ്യസൂക്ത അർച്ചന നടത്തുകയും കുടുംബപരദേവതാ ക്ഷേത്ര ദർശനവും നടത്തുന്നത് ഉത്തമമാകുന്നു.